നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. ശക്തമായ തിരിച്ചടികൾ എവിടെ നിന്നും എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാം. രാത്രിയോ പകലോ എന്നില്ലാതെ 48 മണിക്കൂർ 2 ദിവസമാണ് കഴിഞ്ഞ ദിവസം നിർത്താതെ വെടിവെപ്പും ആക്രമണവും ഉണ്ടായത്. പശ്ചിമേഷ്യയിലെ പുതിയ സംഭവ വികാസങ്ങളുടെ അടിസ്ഥാനത്തിൽ മേഖലയിലെ സേനാവിന്യാസം വർദ്ധിപ്പിച്ച US സൈന്യം 40,000 സൈനികരെയും 1 ഡസനോളം യുദ്ധക്കപ്പലുകളെയും 2 സ്ക്വാഡ്രൺ യുദ്ധവിമാനങ്ങളെയുമാണ് മേഖലയിൽ വിന്യസിച്ചിട്ടുള്ളത്. മിഡിൽ ഈസ്റ്റ് മേഖലയുടെ സുരക്ഷയ്ക്ക് നിയോഗിക്കപ്പെട്ട സെൻട്രൽ കമാൻഡിന്റെ നേതൃത്വത്തിൽ കാര്യങ്ങൾ വിലയിരുത്തുന്നുണ്ട് എന്നും അമേരിക്കൻ സേനാവൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അതേസമയം മറുപടിയായി ഇറാന്റെ നേതൃത്വത്തിൽ പടയൊരുക്കം നടത്തുന്നതായി റിപ്പോർട്ടുകൾ മേഖലയെ യുദ്ധഭീതിയിൽ എത്തിച്ചിട്ടുണ്ട്. യുദ്ധം ഒഴിവാക്കണമെന്നും ഇരുകൂട്ടരും സമാധാനം പാലിക്കണമെന്നും ലോക നേതാക്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മേഖലയെ യുദ്ധത്തിലേക്ക് തള്ളിവിടുന്ന നടപടികളിൽ നിന്നും ഇസ്രായേൽ പിന്മാറണമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പറഞ്ഞതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു. അറബ് ലോകം യുദ്ധഭീതിയിലാണ് എന്നും അത് നിസ്സാരമായി തള്ളിക്കളയാനാകില്ല എന്നുമാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. ഓരോ ശത്രുവിനെയും തെരഞ്ഞുകൊല്ലുന്ന ഇസ്രായേലിന്റെ പടയൊരുക്കം ആപത്തെന്ന് വിദഗ്ധർ പറയുകയാണ്. എന്തിനും തയ്യാറായ US സേനാവിന്യാസം ഇറാന്റെ നേതൃത്വത്തിലും പടയൊരുക്കം നടക്കുന്നു. പേജർ സ്ഫോടന പരമ്പരയ്ക്ക് പിന്നാലെ ഇസ്രായേലും ലബനനും ആക്രമണം കടുപ്പിച്ചതോടുകൂടി പശ്ചിമേഷ്യയിൽ യുദ്ധഭീതിയാണ്. പ്രതികാരം ചെയ്യുമെന്ന ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രുള്ളയുടെ ആഹ്വാനത്തിന് പിന്നാലെ വെള്ളിയാഴ്ച ഇസ്രായേലിലേക്ക് 140 റോക്കറ്റുകൾ ലബനൻ ഭാഗത്ത് നിന്നും വിക്ഷേപിച്ചു. വ്യോമാക്രമണത്തിലൂടെ ഹിസ്ബുള്ള കമാൻഡർ ഇബ്രാഹിം അഖിൽ അടക്കം 14 പേരെ വധിച്ചു എന്നാണ് ഇസ്രായേൽ മറുപടി നൽകിയത്. ആക്രമണത്തിൽ 66 പേർക്ക് പരിക്കേറ്റതായി ലബനീസ് ആരോഗ്യ വിഭാഗം അറിയിച്ചു. F-35 യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയത് എന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ ഡ്രോണുകൾ ഉപയോഗിച്ച് നടത്തിയ ടാർഗറ്റഡ് അറ്റാക്കിന് എത്തുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇസ്രായേൽ സൈന്യം പുറത്തിറക്കിയ വിശദീകരണത്തിലും ചിലരെ ലക്ഷ്യമിട്ടുള്ള ടാർഗറ്റഡ് സ്ട്രൈക്കാണ് വെള്ളിയാഴ്ച നടത്തിയത് എന്നുമാണ് പറയുന്നത്. പിടികൂടാൻ സഹായിക്കുന്നവർക്ക് $7 മില്യൺ ഏകദേശം 58 കോടി രൂപ അമേരിക്കൻ സൈന്യം പാരിതോഷികം പ്രഖ്യാപിച്ച കുറ്റവാളി പട്ടികയിൽപ്പെട്ടയാളാണ് ഹിസ്ബുള്ളയുടെ മുതിർന്ന കമാൻഡർ കൂടിയായ ഇബ്രാഹിം അഖിൽ. കഴിഞ്ഞ ദിവസം ഫലസ്തീൻ സംഘവുമായുള്ള കൂടിക്കാഴ്ചയ്ക്കിടെയാണ് ഇസ്രായേലി സൈന്യത്തിന്റെ ആക്രമണം ഉണ്ടായത് എന്നാണ് വിവരം. 1983 ബെയ്റൂട്ടിലെ അമേരിക്കൻ എംബസിയിൽ നടത്തിയ ആക്രമണത്തിന്റെ സൂത്രധാരൻ അഖിലിയാണ് എന്ന് US സൈന്യം പറയുന്നു. 63 പേർ കൊല്ലപ്പെട്ട ആക്രമണത്തിന് പിന്നിൽ US മറീനുകളുടെ ബാരക്കിൽ 241 പേരെ കൊലപ്പെടുത്തിയതിന് പിന്നിലും അഖിലിന്റെ സാന്നിധ്യമുണ്ട്. ലബനന് പുറത്തുള്ള ഹിസ്ബുള്ളയുടെ ആക്രമണങ്ങളുടെ ചുക്കാൻ പിടിച്ചിരുന്ന അഖിൽ പൊതുവേദികളിൽ ഒന്നും തന്നെ പ്രത്യക്ഷപ്പെടാറുള്ള ആളല്ലായിരുന്നു. തസീൻ എന്ന പേരിലും അറിയപ്പെടുന്ന ഇയാൾ ലബനീസ് സായുധ സംഘത്തിന്റെ മുതിർന്ന സൈനിക ഗ്രൂപ്പിലെ അംഗമായിരുന്നു. അഖിലിനെ ഓർത്ത് ഒരാളും കണ്ണീർ പൊഴിക്കില്ല എന്നും 40 വർഷങ്ങൾക്ക് മുൻപ് അമേരിക്കൻ ക്യാബ് ആക്രമിച്ച പ്രതിയാണ് അയാളെന്നും മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ പ്രതിനിധി ബ്രെറ്റ് മാർക്ക് പ്രതികരിച്ചിട്ടുണ്ട്. എന്നാൽ അഖിലിന്റെ കൊലപാതകത്തോടെ ഇസ്രായേൽ മര്യാദയുടെ എല്ലാ സീമകളും ലംഘിച്ചതായും കനത്ത തിരിച്ചടിയുണ്ടാകുമെന്നുമായിരുന്നു ലബനൻ ഫലസ്തീൻ പ്രതിനിധികളുടെ പ്രതികരണം. കഴിഞ്ഞ ദിവസം ലബനനിലുണ്ടായ ആക്രമണത്തിന് പിന്നിൽ പ്രതിരോധ രംഗത്തെ തെറ്റായ പ്രവണതകൾക്കെതിരെ വീണ്ടും ചർച്ചകൾ സജീവമാക്കി. സാധാരണ ജനങ്ങൾ നിത്യോപയോഗ സാധനങ്ങളായി പരിഗണിക്കുന്ന ഗാഡ്ജറ്റുകളും മറ്റും ലക്ഷ്യം വെക്കുന്നത് അവസാനിപ്പിക്കണമെന്ന് വിവിധ പ്രതിരോധ വിദഗ്ധർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിർമ്മിത ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന ആത്മഹത്യാ ഡ്രോണുകളും തെറ്റായ ഉപയോഗം കുറയ്ക്കണമെന്നും ചിലർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആണവായുധത്തെക്കാൾ മാരക പ്രഹരശേഷിയുള്ള ആയുധമായി പരിഗണിക്കാൻ കഴിയുന്നവയാണ് ഇത്തരം ഡ്രോണുകൾ. കൂട്ടമായും ഒറ്റയ്ക്കും വിന്യസിക്കാൻ കഴിയുന്ന ഇത്തരം ഡ്രോണുകൾ കിലോമീറ്ററുകൾ അകലെ പറന്നു ചെന്ന ശത്രുവിനെ കീഴ്പ്പെടുത്താനും പോന്നവരാണ്. സ്ഫോടക വസ്തുക്കൾ വഹിക്കാൻ കഴിയുമെന്നതിനാൽ തന്നെ ശത്രു കേന്ദ്രങ്ങളിൽ കനത്ത നാശം വിതയ്ക്കാൻ കഴിയും. ആണവായുധങ്ങൾ പോലെയുള്ളവ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന കനത്ത നാശനഷ്ടം ഒഴിവാക്കി ശത്രുവിനെ മാത്രം കൊലപ്പെടുത്തുവാനും ഇവയ്ക്കാകും. മുഖം തിരിച്ചറിയാനുള്ള ഫേഷ്യൽ റെക്കഗ്നിഷൻ സംവിധാനങ്ങളും ഡ്രോണുകളാണെങ്കിൽ എത്ര തിരക്കിലാണെങ്കിലും ശത്രുവിനെ തിരിച്ചറിയാനും സാധിക്കുന്ന തരത്തിലേക്കുള്ള വിദഗ്ധ നടപടികൾ ഉള്ള ഡ്രോണുകളാണ് എന്തായാലും നടത്തിയിരിക്കുന്നത്. അതേസമയം പശ്ചിമേഷ്യയിൽ പുതിയ സംഭവ വികാസങ്ങളുടെ അടിസ്ഥാനത്തിൽ മേഖലയിലെ സേനാവിന്യാസം വർദ്ധിപ്പിച്ച US സൈന്യം 40,000 സൈനികരെയും 1 ഡസനോളം യുദ്ധക്കപ്പലുകളെയും 2 സ്ക്വാഡ് യുദ്ധവിമാനങ്ങളെയുമാണ് മേഖലയിൽ വിന്യസിച്ചിട്ടുള്ളത്.